അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ജിയോ സാവൻ ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ മെയിൽ കാറ്റഗറിയാണ് അടുത്തതായിട്ട് സൈമ 29 പാന്തലൂൺ സൈമ 29 അടുത്ത അവാർഡ് കാറ്റഗറി. യെസ്, ഈ വർഷം കുറെ നല്ല നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ഒരു അവാർഡ് ഇവിടെ വന്ന് വാങ്ങിക്കണം. ഞാൻ വാങ്ങിയിരിക്കും, പക്ഷെ മെയിലിൽ എനിക്ക് വരാൻ പറ്റത്തില്ല, ഫീമെയിലിൽ വരാൻ പറ്റത്തില്ല. സൗണ്ട് മാറ്റിയെങ്കിലും ലാലേട്ടാ ഒന്ന് പറയാൻ. ഓക്കെ, യെസ്, ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഓൾ ദി നോമിനീസ്. പക്ഷേ രാജേഷ്, ഈ നോമിനേഷന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗേഴ്സ് ആണ് ഇദ്ദേഹം. പിന്നെ ഈ അവാർഡ് ഞാൻ തന്നെ പ്രഖ്യാപിക്കും, ഞാൻ തന്നെ ഈ അവാർഡ് കൊടുക്കും. ഞാൻ തന്നെ പ്രഖ്യാപിക്കും, ഞാൻ തന്നെ കൊടുക്കും. ഒരു അവാർഡ് പേളി സൈമയിൽ കൊടുത്തോട്ടെ പ്ലീസ്. പക്ഷെ ഇത് ആരാന്ന് അറിയണ്ടേ? നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ദ വിന്നർ ഓഫ് ദിസ് അവാർഡ് ഈസ് മലരേ വിജയ്. കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അവാർഡ് ഞാൻ തന്നെ കൊടുത്തു തരാം. അവാർഡ് വേഗം കൊടുത്തിട്ട് You're looking very handsome today. ഭയങ്കര handsome ആയിട്ടുണ്ട്. Today. Thank you. ശരിക്കും എത്രയാണ് ഇങ്ങനെ പ്രായം ഇങ്ങനെ കുറഞ്ഞു വരുവാണ്? പ്രായോ? കണ്ടില്ല, എല്ലാരും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതെ, വെറുതെ അവരെ കൊണ്ട് കൂടിപ്പിക്കണ്ട. ഇവങ്ക ரொம்ப ഇളമയായി വന്നിട്ട് இருக்காங்க ഇല്ലേ? ഞാൻ അവരെ ഒന്ന് സന്തോഷിപ്പിച്ചോട്ടെ. സോ ഞങ്ങൾക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ഒരു സോങ് പാടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഐ ആം ഗെസ്സിങ് പൂമുത്തോളെ എന്നുള്ള സോങ്ങിന് വേണ്ടിയാണ് ഈ അവാർഡ്. സോ പ്രത്യേകിച്ച് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ രാജ് ആൻഡ് അജീഷ് ദാസൻ ലിറിസിസ്റ്റ്, the actor Jojo George and producer Jojo George and also director Padmakumar sir. Ellarkum, the whole team of Joseph oru veliya nanni for these wonderful songs, especially Poomuthole. Oh my god. Thank you so much. This is why this award. Thank you so much. Thank you so much, Polly. Thank you so much, Vijay. Nalloru kaidi for Vijay for entertaining us too. Congratulations, Vijay. ഞാൻ അവാർഡ് കൊടുത്തേ. എങ്ങനെയുണ്ടായിരുന്നു ഒരു അവാർഡ് കൊടുത്തപ്പോൾ ഒരു ഫീൽ? എനിക്കിപ്പോൾ അറിയത്തില്ല, എന്തായാലും ട്രോൾ വരുമ്പോഴേ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡിലേക്ക് പോകാനുള്ള ടൈമാണ്. ദിസ് ഇസ് സൈമ 2019 കോ പ്രസന്റഡ് ബൈ ഹലോ ആപ്പ്. പ്രേക്ഷകരെ, ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, മൂൺ വാക്കർ അല്ലടാ, സ്റ്റാറും അല്ലടാ, ഒന്നുമല്ലെന്ന് എന്നെ നോക്കി പാടി. പക്ഷെ ഞാൻ ഈ പാട്ട് ഇവിടെ പാടാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഈ പാട്ട് പാടിയ ആളുടെ വലിയൊരു ഫാനാണ്. ബിക്കോസ് ഇദ്ദേഹത്തിന്റെ വോയിസ് ഉണ്ട്, ഭയങ്കര വോയിസ് ആണ്. ഭയങ്കര ഇഷ്ടമാണ്. അന്തോണി ചേട്ടാന്ന് ഞാൻ വിളിക്കാറ്. സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം, ആദരവോടെ നമുക്ക് വരവേൽക്കാം അന്തോണി ദാസ്. அந்த ஃபேவரட் ஆன எங்களுடைய ஒரு ரொம்ப சூப்பர் ஹிட் ஆன அந்த சாங் இருக்கு சொடக்கு மேல. പക്ഷേ നമുക്ക് നമ്മുടെ അന്തോണി ദാസ് ചേട്ടനെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല. ബിക്കോസ് ഉங்களுடைய அந்த മലയാളം സോങ് ഇപ്പൊ കേരളാവില് തരംഗമായിക്കിട്ട് இருக்கு. ഞാൻ ഇപ്പൊ അത് പാടി കൊളാക്കിയിട്ട് നിങ്ങൾ അത് ശരിയാക്കി യഥാർത്ഥത്തിലുള്ള പാട്ട് ശരിയാക്കുമോ പ്ലീസ്? യഥാർത്ഥത്തിലുള്ള പാട്ട്. நான் அந்த வேளையில் விஷ்ணு விஜய் மியூசிக் டைரக்டர் சாருக்கும் அம்பளி பட குழுவினர்கள் அத்தனை பேர்களுக்கும் இந்த வேளையில் நன்றி தெரிவிச்சுக்கிறேன். அப்போ ஆல் தி வெரி பெஸ்ட் സർ ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ആക്ടർ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോക്ക് സ്റ്റാർ, ആക്ടർ, ഡയറക്ടർ, സകലകലാ വല്ലഭൻ പൃഥ്വിരാജ്. ഇനി നമ്മുടെ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് അറിയാനുള്ള ടൈമാണ്. ദിസ് ഇസ് പാന്തലൂൺ സൈമ 2019 കോ പ്രസന്റഡ് ബൈ ഹലോ ആപ്പ്. രാജേഷ്, ജിയോ സാവൻ ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ഫീമെയിൽ. സോ ഈ ഒരു അവാർഡ് നൽകുന്നതിനായിട്ട് ലെറ്റ്സ് ഇൻവൈറ്റ് ഓൺ ടു ദി സ്റ്റേജ്. വേദിയിലേക്ക് വരാൻ പോകുന്ന മറ്റാരുമല്ല, തമിഴ് സിനിമയുടെ പ്രിയപ്പെട്ട സംവിധായകനാണ്. മലയാളികൾക്ക് കുറച്ച് കണക്ട് ഉള്ള ഒരു സംവിധായകനാണ്. കാര്യം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നയൻസിന്റെ വുഡ് ബി കൂടിയാണ് അദ്ദേഹം. Ladies and gentlemen, a huge round of applause for the extremely talented director. His name is Vignesh Shivan. ആരാണ് വിന്നർ? സിതാര കൃഷ്ണകുമാർ.
താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം, ഹൃദയം നിറഞ്ഞ നമസ്കാരം. സൈമയ്ക്ക് ഇത് 2ാം തവണയാണ് വരുന്നത്. ഖത്തറിൽ ഒരുപാട് തവണയായി വരുന്നു. എന്നും ഇതേപോലെ സ്നേഹത്തോടെ മാത്രമേ ഈ സ്ഥലം സ്വീകരിച്ചിട്ടുള്ളൂ. ഇന്നും ഈ സ്നേഹത്തിന് നന്ദി, സൈമയ്ക്ക് നന്ദി. ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈട എന്ന് പറഞ്ഞ ചിത്രത്തിലെ ശ്രീ അൻവർ അലി എഴുതിയ ശ്രീ പാരീഷ് ചന്ദ്രേട്ടൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ് ഇത്. ഈ പരിചയമുള്ള നിങ്ങൾക്ക് മലയാളികളുണ്ടല്ലോ അല്ലേ? പരിചയമുള്ള പാട്ടിൻ്റെ കുറച്ച് വരികൾ പാടുകയാണ്. അങ്ങനെ പോണ ഒരു കുറച്ച് സങ്കട ഛായയുള്ള പാട്ടാണ്. അപ്പം വേണമെങ്കിൽ ഒന്ന് സന്തോഷാവാൻ ഒത്തിരി ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട് പാടാം അല്ലേ? Thank you so much, Sitara. Beautifully you sang. Thank you so much. രാജേഷ്, യെസ്, നമ്മുടെ അടുത്ത പാന്റലൂൺ സൈമ 2019 co-presented by ഹലോ ആപ്പില് അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ അവാർഡാണ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. സൂപ്പർ. ഈ ഒരു അവാർഡ് നൽകുന്നതിനായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് കീർത്തി സുരേഷ്, നമ്മളുടെ സൂപ്പർ ഗോർജിയസ് ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് വിന്നർ ഫോർ മഹാനടി. സോ ലെറ്റ്സ് ഇൻവൈറ്റ് അവർ മഹാനടി ഓൺ ടു ദിസ്. എന്താ പറയുക, നാഷണൽ അവാർഡ് വിന്നർ ആണ് ഇപ്പം നമ്മുടെ സ്റ്റേജിൽ നിൽക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഖത്തറിലെ ഓഡിയൻസിൻ്റെ ഈ ഒരു എനർജി കണ്ടിട്ട് ഹൗ ഡു യു ഫീൽ കീർത്തി? വാട്ട് ഇസ് യുവർ ഫീലിംഗ് റൈറ്റ് നൗ? ஹாய் தோஹா, எல்லாருக்கும் நமஸ்காரம், எல்லாருக்கும் வணக்கம். ரொம்ப சந்தோஷமாக இருக்குது, ഒത്തിരി സന്തോഷമുണ്ട്. മലയാളത്തിൽ സംസാരിക്കണോ തമിഴ് സംസാരിക്കണോ എന്ന് അറിഞ്ഞൂടാ. വെരി വെരി ഹാപ്പി, ഫീൽ വെരി പ്രൗഡ്. എൻ്റെ ടീം, എൻ്റെ മഹാനടി ടീമിന് ഒരു വലിയൊരു നന്ദി. താങ്ക് യു. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകിൽ നിന്ന് കഷ്ടപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ആൻഡ് കീർത്തിക്ക് അറിയാം ഈ ഒരു അവാർഡ് എന്തിനാണ് കീർത്തിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുന്നതെന്ന് എന്താണെന്ന് റീസൺ അറിയാം. സോ വുഡ് യു ലൈക്ക് ടു ഷെയർ ഹൂ ഇസ് ദ വിന്നർ ഓർ വുഡ് യു ലൈക്ക് ടു ഷോ ദ റീൽ റൈറ്റ് നൗ? ഈ ഒരു അവാർഡ് ഈ ഒരു സമയത്ത് ഒത്തിരി സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇത് കൊടുക്കാൻ. സോ കാൺട്ട് വെയിറ്റ്. That's a beautiful thought. Anyway, നമുക്കപ്പം ഇൻവൈറ്റ് ചെയ്യാം the winners of this beautiful award, the Lifetime Achievement Award, Menaka Suresh Kumar and Suresh Kumar. ബാക്കി വന്നത് എനിക്ക്. ബാക്കി ബിസ്ക്കറ്റ്സ്, യൂണിബിക് കുക്കീസ് ആർ ഫോർ ദ ബേബീസ്. എല്ലാവർക്കും നമസ്കാരം. ഈ ദൗഹയിലുള്ള ഇവിടെ എത്തിച്ചേർന്ന മലയാളി സുഹൃത്തുക്കൾക്കും തമിഴ് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. സൈമ ഇവിടെ ഇത് 3ാമത്തെയോ 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വരുന്നത് ഈ അവാർഡിന്. വളരെ സന്തോഷമുണ്ട്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് തന്ന് നമ്മളെ അങ്ങ് ഒതുക്കാം എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് എൻ്റെ സിനിമയിൽ എൻ്റെ 40ാം വർഷമാണ്. അപ്പം അതിൽ എനിക്ക് അവാർഡ് തന്ന ലാല് ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ അകത്ത് തുടങ്ങിയത് സിനിമ. ഞങ്ങൾ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കോളേജിൽ വന്ന് ഒരുമിച്ച് ഒരേ സിനിമയിൽ കൂടെ ഒരുമിച്ച് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ലാലിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരമൊന്ന് വേറെയാണ്. എന്തായാലും ലാലിനൊരു പ്രത്യേക നന്ദി. പോരാത്തതിന് കീർത്തിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഇവിടെ വന്ന് ഞങ്ങൾക്കിങ്ങനെ ഒരു അവാർഡും കൂടെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി മധുരം. എനിവേ, താങ്ക് യു സൈമ, താങ്ക് യു എവ്രിവൺ.
എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. മകളായിട്ട് ജനിച്ച നാടും മരുമകളായിട്ട് കയറിയ നാടും ഒന്നിച്ചിരിക്കുന്ന ഈ വേളയിൽ നാഷണൽ അവാർഡ് കിട്ടിയ എൻ്റെ മോള് വിളിച്ച് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ദമ്പതി സഹേമരായിട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ലാലേട്ട എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് ഈവനിങ്, വണക്കം. ഞാൻ മലയാളത്തിൽ സംസാരിക്കാം, കാരണം സുരേഷ് കുമാറിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് കാരണം? പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾ 41 വർഷം മുമ്പ് ഈ സിനിമ എന്ന സങ്കല്പത്തിൽ ചെന്ന് കയറിയ ആൾക്കാരാണ്. എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് ക്ലാപ്പ് അടിക്കുന്ന സുരേഷ് കുമാറാണ്. ദിസ് ഈസ് മൈ 41st ഇയർ ഇൻ ഫിലിംസ്. ജീവിതം മുഴുവൻ സിനിമയ്ക്കായിട്ട് മാറ്റിവെച്ച ഒരാളാണ് സുരേഷ് കുമാർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പ്രേം നസീർ സാറിൻ്റെ ഫാൻസ് അസോസിയേഷൻ, അത് കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു, ഇപ്പം അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ ഫുൾ ജീവിതം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. ആൻഡ് ദേ ഹാവ് മേനക, അതുപോലെ ആ ഫാമിലി, കീർത്തി, കൺഗ്രാജുലേഷൻസ് കീർത്തി. അപ്പോൾ ഒരു സിനിമാ കുടുംബത്തിലെ ഒരു കാരണവർ എന്ന നിലയിലും എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള സുഹൃത്ത് എന്ന നിലയിലും വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ. താങ്ക് യു സൈമ, താങ്ക് യു പാനലും, ആൻഡ് താങ്ക് യു എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇത് കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഗുഡ്. താങ്ക് യു സോ മച്ച് ലാലേട്ട. താങ്ക് യു സോ മച്ച് കീർത്തി, സുരേഷ് സർ, മേനക മാം, എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.